ആടുമാടുകളെ കിട്ടുന്ന ഒരു താൽക്കാലിക തൊഴുത്തല്ല എനിക്ക് പുറകിൽ കാണുന്നത്. ഒരമ്മയും 3 മക്കളും അച്ഛനും അടങ്ങുന്ന കുടുംബം കഴിയുന്നൊരു വീടാണിത്. മൊറയൂർ ഗ്രാമപഞ്ചായത്തിലെ തടപ്പറമ്പ് ചുള്ളിയേരിയിലുള്ള ഷീബയുടെ വീട്. കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ, ചാറ്റൽ മഴ പേമാരിയായാൽ ഈ അമ്മയുടെ ഉള്ളു കിടുങ്ങുന്നു. അടച്ചുറപ്പില്ലാത്ത ഈ വീട്ടിലാണ് 9ാം ക്ലാസ്സുകാരി ഉൾപ്പെടെയുള്ള മക്കളോടൊത്ത് ഷീബയുടെ താമസം. കണ്ടവരുടെ മണ്ണിൽ കൊല്ലങ്ങളോളം ചോര നീരാക്കിയാണ് ഈ കൂരയ്ക്ക് തൊട്ടടുത്ത് ഇങ്ങനെയൊരു ചെറുവീടിൻ്റെ അസ്ഥിപഞ്ജരം ഷീബ പണിതത്. അപ്പോഴേക്കും രോഗമെന്ന ദുരിതം അവരെ തേടിയെത്തി. എൻ്റെ ഈ 3 കുട്ടികൾക്ക് ആരുമില്ല. ആ ഒരു വിഷമം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. 2 പെൺകുട്ടികളുടെ കഥ. പെൺകുട്ടികളാണ് വളർന്നു വരുന്നത്. പെൺകുട്ടിയപ്പോൾ പറയണത് എന്തെങ്കിലും സംഭവിക്കാൻ തോന്നുകയാണെങ്കിൽ അമ്മ നമുക്ക് 3 ആൾക്കൊപ്പം പോവുക, അല്ലാതെ ഞങ്ങൾ തന്നെ കിടന്നിട്ട് കാര്യം ഉണ്ടാവില്ല. കുട്ടികളെ അതും പറഞ്ഞ കാര്യമാണ്. ദാരിദ്ര്യം ഒരു ദുരിതമായി പെയ്തു പോയതിൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഈ വീട്ടമ്മയ്ക്ക്. അധ്വാനം കൊണ്ട് അവയെ മറികടക്കാമെന്ന ഇച്ഛാശക്തിയും ഉണ്ടായിരുന്നു ഇവർക്ക്. എന്നാൽ ഇപ്പോൾ കടുത്ത വൃക്കരോഗം ഇവരെ അലട്ടുന്നു. നിത്യജീവിതം തള്ളി നീക്കുന്നുവെന്നല്ലാതെ മരുന്ന് വാങ്ങാൻ പോലും ഇപ്പോൾ ഇവർക്ക് കഴിയുന്നില്ല. യൂണിഫോമും നല്ല പുസ്തകങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്നും ഒരു സ്വപ്നം മാത്രം. രോഗം മാറിയാൽ പഴയതുപോലെ പണിയെടുക്കാനായാൽ ഈ ചെറിയ ജീവിതം ജീവിച്ചു തീർക്കാമെന്ന് ഷീബ പ്രത്യാശിക്കുന്നു. ഒപ്പം ഈ മക്കളും. എന്നാൽ ചികിത്സാ ചെലവെന്ന ഭാരം ഇവരുടെ പ്രതീക്ഷകളെ പൊടുന്നനെ കെടുത്തിക്കളയുന്നു. ആരാവും ഇവർക്ക് ഒരു കൈത്താങ്ങാവുക? ഈ കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷകൾ എങ്ങനെയാവും പൂവണിയുക? ക്യാമറമാൻ ജയേഷ് വിലോടിക്കൊപ്പം മൊറയൂരിൽ നിന്നും ആർ ബിജു.